ഇതിന്റെ 500 രൂപയാണ് J2. ഇതിന്റെ വില കുറവാണെന്ന് തോന്നുന്നല്ലേ? പുതിയ അപ്ഡേറ്റ് ഉള്ള സാധനമല്ലേ SE. അപ്പൊ SE ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. 500 രൂപയ്ക്ക് 500 രൂപയാണ് സെറ്റ്. കോൾ വന്നാൽ നിങ്ങൾക്ക് എടുക്കാം. 100% ഒരു കോൾ വന്നാൽ നിങ്ങൾക്ക് എടുക്കാം, സംസാരിക്കാം, കട്ട് ചെയ്യാം. അത് മാത്രമേ പറ്റുള്ളൂ 500 രൂപയ്ക്ക്. കൂടുതലായിട്ട് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവൂല, ഞാൻ ഉറപ്പ് വരാം. 8 ഇരിപ്പുണ്ട്, 8+, പിന്നെ ഒരു 7+ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്കൊരു 8. iPhone SE ഉണ്ട്. iPhone SE 2 ആണ് ഇരിക്കുന്നത്. വില കേട്ടാ നിങ്ങൾക്ക് നെട്ട്. ഈ 14ന്റെ വില കേട്ടാ, അതുകൊണ്ട് ഞാൻ പറയാനില്ല. ഓഫർ അല്ലേ, ഓഫർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിയിട്ട് ഓൺലൈൻ പ്രൈസ് 1500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഫോൺ വേണ്ടത്. ഇവിടെ ഉണ്ട് ഒരു മാല കണക്കിന് സ്മാർട്ട് ഫോണില് 1500 രൂപയ്ക്ക് ഇന്ന് നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. ഇത് തിരുവനന്തപുരം ഭീമാപ്പള്ളി. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ വരും ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റുള്ള നമ്മുടെ HD കെയർ മൊബൈൽ ഷോപ്പിലെത്താനായിട്ട്. എപ്പോഴും ബസ് ഉണ്ടാവും, അതുകൊണ്ട് വരാൻ ഒരു മടിയും. നമ്മുടെ കാഴ്ചക്കാർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഇതാ ഇവിടെ 2000 രൂപയും 1500 രൂപ മുതൽ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോണുകൾ ഇവിടെ ഉണ്ട്. ഐഫോൺ ആണെങ്കിൽ അതിൻ്റേതായ പ്രൈസുകളുണ്ട്. അപ്പോൾ 2000 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പം അതൊക്കെ എന്തെല്ലാം കുറവുണ്ടെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വേണം വാങ്ങാനായിട്ട്. ഒരുപാട് വേഴ്സ് ആവശ്യപ്പെടുന്ന സ്മാർട്ട് ഫോൺ, കുറഞ്ഞ റേറ്റിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉറപ്പായിട്ടും അത് നമ്മൾ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. സ്മാർട്ട് ഫോൺ മാത്രമല്ല, ഐഫോൺ ഉണ്ട്. iPhone 11 കുറച്ചിപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എങ്കിലും നമ്മളിൽ iPhone 11 കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ, ഒരു വില ഞാൻ പറയുന്നില്ല, വില നമുക്ക് വീഡിയോയിൽ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. പിന്നെ iPhone XS, iPhone 8, SE 2 എല്ലാവരും ചോദിക്കുന്ന മോഡലാണ്. ഐഫോണിന്റെ പല മോഡലുകളും എല്ലാവരും ചോദിക്കുന്ന 7+, 8+. 1500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വേണ്ടത്. ഒരുപാട് വന്നിട്ട് പോയായിരുന്നു 1500 രൂപയ്ക്ക്. ഇന്ന് ഒരുപാട് പീസ് ഉണ്ട് 1500 രൂപയ്ക്ക്. സ്മാർട്ട് ഫോൺ ഉണ്ട്, ഐഫോൺ ഉണ്ട്. ഇന്ന് പൊളിക്ക് കേട്ടാ ഇവിടെ. ഐഫോൺ ഒരു രക്ഷയില്ലാത്ത ബോക്സ് പീസ് സാധനമാണ്. മുട്ടായി പീസ് പറയൂലേ, തേൻ വടിയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കിടിലൻ പീസ് കേട്ടോ. അതും വലിയ യൂസ്ഡ് അല്ല. ഇത് കണ്ട എക്സ് എന്ത് ഒരു രക്ഷയില്ലാത്ത പൊളി സാധനം. നമ്മള് നീറ്റ് പീസ് എക്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. 14 Pro Max ഡെഡിക്കേഷൻ. 14 Pro Max ഇല്ല, എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. തൂക്കി ആളെ എറിയാണെങ്കിൽ ആള് മരിക്കുകയില്ല. 8 iPhone 8 വേറെ ഉണ്ട്. ഐഫോൺ അത് 8+ അല്ലേ? ഇത് 8+. iPhone 8 SE 2, iPhone SE 2. എല്ലാ വില കുറവ് ഗൈസ്. അപ്പൊ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ ആവശ്യമുള്ളവർ വീഡിയോ മുഴുവൻ കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. തന്നെ 1500 കിട്ടില്ല ഫോൺ. സാംസങ്ങിന്റെ ഇച്ചിരി ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പക്ക കണ്ടീഷൻ പീസ് അല്ല. ഇച്ചിരി ഗ്ലാസ്സിൽ ഇച്ചിരി പൊട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഫോണുകൾ. ഒരു നെറ്റ്വർക്ക് കുറവോ അതോ ചാർജ് കുറയോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ എന്ത് ചെറിയ ഗ്ലാസ്സിൽ ചെറിയ പൊട്ടല്, ഡിസ്പ്ലേ ഗ്ലാസ് കാണുന്നുണ്ടോ? ഈ ചെറിയ പൊട്ടല് കാരണമാണ് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. നല്ല കണ്ടീഷനൊക്കെ ആയിട്ട്. ഇത് തന്നെ ഒരു 4GB റാമിൽ 64 ഒക്കെ വരുന്ന സെറ്റ് ആണെങ്കിൽ ഒരു 4000 രൂപ റേറ്റ് വരും. ഈ കണ്ടീഷനിലായോണ്ടാണ് ഇതിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. 3GB റാം 32 ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. ലാഭമല്ലേ? ലാഭമാണ്. അതേപോലെ തന്നെ ഒരുപാട് വിവോ ഉണ്ട്. വിവോയുടെ സെറ്റുകളുണ്ട്. 1500 രൂപയ്ക്ക് ഒരു 2GB റാം അത്രയൊക്കെ വരുള്ളൂ. കൂടുതലായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല. 1500 എന്ന് പറയുമ്പോൾ 2GB റാം 32 സ്റ്റോറേജ് ഒക്കെ വരുള്ളൂ. പിന്നെ ഐഫോണിലോട്ട് പോകാൻ പിന്നെ 500 രൂപയ്ക്കാണോ? 500 രൂപയ്ക്ക് ഒരുപാട് ചോദിക്കുന്നത് കൊച്ചു പിള്ളേരൊക്കെയാണ്. കൈസ് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 500 എന്ന് പറയുന്നതല്ല, പറയുന്നതാണ്. അങ്ങനെ പറയുന്നതാണ്. അല്ല, മേടിക്കുന്നവരുണ്ടല്ലോ. 500 രൂപ എന്ന് പറയുമ്പോൾ വലിയ യൂസ് ഒന്നും നോക്കല്ലേ. 500 രൂപ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ട് വെച്ച് തരാൻ പറ്റും? അപ്പൊ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ കാണാൻ 1000 ഫോൺ കാണാൻ 1000 രൂപയ്ക്ക് ഉണ്ട്. 500 രൂപ. ഇതിന്റെ 500 രൂപയാണ് J2. ഇതിന് വലിയ യൂസ് ഒന്നും ഇല്ല. ഈ J2 എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എന്തിനു പറയണം അതിന്? ഇതൊക്കെ വന്നിട്ട് നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ല. നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വീഡിയോ കാണാൻ പറ്റും. യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. സത്യമായിട്ടും പറ്റൂല. ഇതിന് പറ്റുമോ? ഇത് വേറെ കാര്യമുണ്ട്.
അത്യാവശ്യം നല്ല ഇതാണ് യൂസ് ചെയ്യാൻ. ഫോണല്ല സെറ്റ് അല്ലേ? അപ്പം ഇതൊക്കെ ഇത് ചിലതിലൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ അതിന്റെ ഡിഫക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് സത്യമായിട്ട് 1500 രൂപയ്ക്ക് ഇത് 500 രൂപയാണ് സെറ്റ്. പക്ഷെ യൂട്യൂബ് ഒന്നും വർക്ക് ആവില്ല, അപ്ഡേറ്റ് ഇല്ല, അപ്ഡേറ്റ് ഒക്കെ പോയി, യൂട്യൂബ് ഗൂഗിളിന്റെ അപ്ഡേറ്റ് ഒക്കെ പോയി. അപ്പൊ അത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സെറ്റാണ് നമ്മൾ 500 രൂപയ്ക്കൊക്കെ പറക്കി തരുന്നത്. അപ്പൊ അത് നമ്മള് ചിലരാണെങ്കിൽ നിങ്ങൾ എത്ര ഫോൺ ഇട്ടിട്ട് ഫോൺ ഒന്ന് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് കോൾ വന്നാൽ നിങ്ങൾക്ക് എടുക്കാം. 100% ഒരു കോൾ വന്നാൽ നിങ്ങൾക്ക് എടുക്കാം, സംസാരിക്കാം, കട്ട് ചെയ്യാം. അത് മാത്രമേ പറ്റുള്ളൂ 500 രൂപയ്ക്ക്. കൂടുതലായിട്ട് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവൂല, ഞാൻ ഉറപ്പ് വരാം. പിന്നെ വേറെ നല്ല അത്യാവശ്യം കണ്ടീഷൻ ആയിട്ടുള്ള ഫോൺ എടുക്കണമെങ്കിൽ ഐഫോൺ 8, 7 പ്ലസ് എല്ലാം ഉണ്ട്. നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ റേറ്റ് ഒക്കെ നമുക്ക് ഇതാണ്ട് ഒരു 9500 ആ ബജറ്റിന് കൊടുക്കും. നീറ്റ് പീസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 8 ഇരിപ്പുണ്ട്, 8 പ്ലസ്, പിന്നെ ഒരു 7 പ്ലസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്കൊരു 8, 7,500 ആ ബജറ്റിനൊക്കെ കൊടുക്കാം സെറ്റുകൾ. അതുപോലെ തന്നെ എക്സ് വരെ നീറ്റ് പീസ് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, 9 വരേക്ക് കൊടുക്കാം കേട്ടോ. 9,500. ഐഫോൺ 14 ഇരിപ്പുണ്ട് ഗൈസ്. വില കേട്ടാ നിങ്ങൾക്ക് നെട്ട്, ഈ 14ന്റെ വില കേട്ടാ. അതുകൊണ്ട് ഞാൻ പറയാനില്ല, നിങ്ങൾ വെറുതെ എന്തിന് ഞാൻ നെറ്റിക്കുന്നത് ഗൈസ്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് 70,000 രൂപ പ്രൈസ് വരുന്നു ഗൈസ്. ഇത് വന്നിട്ട് ഇത് ഓഫറാണ് കേട്ടോ. ഐഫോൺ പ്ലസ് ആണ് മോഡല്. 32,000 രൂപയാണ് വരുന്നത് ഐഫോൺ പ്ലസ്. ഓഫർ അല്ലേ, ഓഫർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിയിട്ട് ഓൺലൈൻ പ്രൈസ് ഒക്കെ നോക്കിയിട്ട് ഐഫോൺ പ്ലസ് 14 പ്ലസ് ഇത് വന്നിട്ട് 32 രൂപ പ്രൈസ് വരുന്നേ, നോക്കിയിട്ട് പറ. പിന്നെ വേറെ വരുന്നുണ്ട് എടുത്ത് കാണിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഓപ്പോ എന്ത് വില വരുന്നത്? ഓപ്പോ 14 രൂപ. നല്ല അടിപൊളി പീസ് കേട്ടോ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. ഓപ്പോ A27 ആണെന്ന് തോന്നുന്നു സാധനം. നല്ല ബാക്ക് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് സാധനം, അടിപൊളിയായിട്ടിരിക്കുന്നത് സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്ക്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഫ്രണ്ട് സാധാരണ എഡ്ജ് ഒന്നും അല്ല, ഒരു നോർമൽ സാധനം തന്നെയാണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. എഡ്ജ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു ഉപയോഗിച്ചോ. ഇത് എഡ്ജ് അല്ല, സാമാന്യം തെറ്റില്ലാത്ത ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ. എഡ്ജ് കിട്ടും, പക്ഷെ ഇത് AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അപാര ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു 14 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. വാറണ്ടി ഉണ്ട്, ഒരു 4 മാസം വാറണ്ടി ഉണ്ട്. 4 മാസമേ ഉള്ളൂ, കുഴപ്പമില്ല. ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇത് വന്നിട്ട് മോഡൽ വന്നിട്ടേ F27 5G ആണ്. 256 ആണ് സ്റ്റോറേജ് വരുന്നത്. ലാഭമല്ലേടാ 256 സ്റ്റോറേജ്, 8GB ബോക്സ്, 5000 mAh ബാറ്ററി വരുത്ത്. സ്നാപ്ഡ്രാഗൺ അല്ല, ഡയമൻസിറ്റി 6300. കൊള്ളാം, ഗെയിമിംഗ് ഫോണാണ് അല്ലേ? സ്നാപ്ഡ്രാഗന്റെ ഗെയിമിംഗ് ഫോൺ കൊള്ളാം, സാധനം കൊള്ളാം. പിന്നെ ഐഫോൺ SE ഉണ്ട്. ഐഫോൺ SE 2 ആണ് ഇരിക്കുന്നത്. SE 2 വന്നിട്ട് ബാറ്ററി ഒക്കെ എങ്ങനെയാണ്, ഒന്ന് ഓൺ ആക്കിയില്ല അല്ലേ? പിന്നെ ഐഫോൺ 8 ഉണ്ട്, 2 പീസ് ഉണ്ട്. 8 വന്നിട്ട് 7,500 രൂപ വരും. SE വന്നിട്ട് 9,000 രൂപ വരും. രണ്ട് വില കുറവാണെന്ന് തോന്നുന്നല്ലേ? പുതിയ അപ്ഡേറ്റ് ഉള്ള സാധനമല്ലേ SE. അപ്പൊ SE ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഗെയിമിങ്ങിനൊന്നും പറ്റൂല കേട്ടാ. നമ്മള് തീരെ കുറഞ്ഞത് ഒരു 1000, 1500 എന്ന് പറയുമ്പോ ഇപ്പൊ ഇരിക്കുന്ന മോഡലിൽ ഇപ്പൊ ഗെയിമിംഗ് ഇത് പറ്റൂല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളവർക്ക് യൂസ് ചെയ്യാം. ഗെയിമിങ്ങിനൊക്കെ പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം പെർഫോമൻസ് ഉള്ളതിനെ എടുക്കണം. ഒരു 3,500 ആ ബഡ്ജറ്റിനൊക്കെ ഒരുപാട് പീസ് ഇരിപ്പുണ്ട്. സെക്കൻഡറി ഫോൺ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സൂപ്പർ യൂസ് ചെയ്യാം. കാരണം വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ ഇട്ടെ അത്യാവശ്യം കൊള്ളാം, നല്ല നീറ്റ് പീസ് ആണ്. പിന്നെ മെയിന് ഒരുപാട് ആൾക്കാർ ഐഫോൺ ചോദിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ പുളി സെറ്റ് 7, 8 അതുപോലെ തന്നെ X എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് പീസ്. പിന്നെ ഇത് ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാം കേട്ടോ. അത് ഈ 8 പ്ലസ് ഐഫോണിന്റെ പൊട്ടലുണ്ട്. നമുക്കൊരു 7,800 കൊടുക്കാം, 7,800 രൂപ കൊടുക്കാം. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ്, വൈറ്റ്. ഓഫർ പ്രൈസ് ആണ് 7,500. അപ്പം നീറ്റ് പീസ് ആണ്, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ കൈ നിറയെ ഐഫോൺ ആയിട്ട് വന്നിരിക്കുകയാണ്, പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ. അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ചോദിക്കുന്നവർക്ക് ബഡ്ജറ്റ് കൂടുതൽ തന്നെ മുടക്കേണ്ടി വരും. കാരണം കുറച്ച് ബഡ്ജറ്റ് സെക്കൻഡറി ഫോൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
പിന്നെ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് നോക്കുമ്പോൾ എല്ലാം ഡിഫക്റ്റ് ഉണ്ട്. ഗ്ലാസ് ഒക്കെ എല്ലാത്തിലും ഗ്ലാസ് പൊട്ടലുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ. അപ്പൊ എത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, സനഫോൺ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല സ്മാർട്ട് ഫോൺ നോക്കി വാങ്ങിച്ചു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ.